പുതിയ ജില്ലാ കോടതി സമുച്ചയ ഉദ്ഘാടനം തലശ്ശേരിയിൽ ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ കോടതി ഉദ്ഘാടനം കഴിയും വരെ തലശ്ശേരിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജില്ലാ കോടതി വളപ്പിൽ നിർമ്മിച്ച കെട്ടിട സമുച്ചയം രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന 10 കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജംദാറും നിർവഹിക്കും. ദേശീയപാതയിൽ വീനസ് ജംഗ്ഷൻ മുതൽ തലശ്ശേരി പട്ടണം വരെ വാഹനക്കുരുക്ക് ഒഴിവാക്കാൻ ഈ ഭാഗത്ത് പ്രത്യേക ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തുക. അതനുസരിച്ച് കണ്ണൂർ മമ്പറം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങളും വീനസ് കവലയിൽ നിന്നും ഇടത്തോട്ട് മാറി കുയ്യാലി വഴി ടൗണിലേക്ക് പ്രവേശിക്കണം. മമ്പറം പിണറായി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളല്ലാതെ മുഴുവൻ വാഹനങ്ങളും കൊളശ്ശേരി കോമത്തുപാറ വഴി തലശ്ശേരി നഗരത്തിൽ പ്രവേശിക്കണം. പാറക്കെട്ട് പെരുന്താറ്റിൽ ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കൊളശ്ശേരി കവലയിൽ നിന്നും കോമത്തുപാറ വഴി തലശ്ശേരി നഗരത്തിൽ പ്രവേശിക്കണം. തലശ്ശേരി നഗരത്തിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും സാധാരണ പോലെ കോടതി വീനസ് കവല വഴി കണ്ണൂരിലേക്ക് പോകണം. ഇതുവഴി വൺ വേ ഗതാഗതമാണ്. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ കോടതിയുടെ ഉദ്ഘാടനം കഴിയും വരെ ഗതാഗത നിയന്ത്രണം തുടരും. കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന മുഴുവൻ ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും ശനിയാഴ്ച തലശ്ശേരി ടൗണിൽ പ്രവേശിക്കാതെ പുതിയ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് വഴി കടന്നു പോകണമെന്നും ട്രാഫിക് SI മനോജ് കുമാർ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.